3 വർഷത്തെ റഷ്യ-ഉക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക ഉക്രൈന് നൽകിയ സംഭാവനയ്ക്ക് പകരം ഉക്രൈന്റെ മണ്ണിലെ ധാതു സമ്പത്താണ് ട്രംപ് പകരം ചോദിച്ചത്. ചതിച്ചും വഞ്ചിച്ചും മാത്രം ശീലമുള്ള അമേരിക്കയോട് സന്ധിപ്പെടാൻ തീരുമാനിച്ച ഉക്രൈൻ അറിയുന്നില്ല ട്രംപിന്റെ ഈ പദ്ധതികളൊക്കെ തന്നെ ചൈനയ്ക്കെതിരായ ആയുധമാണെന്ന്. അമേരിക്കയേക്കാൾ വളരുന്ന ചൈനയെ നശിപ്പിക്കാനുള്ള ട്രംപിന്റെ ഗൂഢതന്ത്രങ്ങളാണ് ഇനി ഉക്രൈനിൽ നടക്കാൻ പോകുന്നത്. എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം. ലോകത്തെ ഏറ്റവും കൂടുതൽ ധാതു സമ്പത്തുള്ള രാഷ്ട്രം ഏതാണെന്ന് അറിയാമോ? ചൈനയുടെ മണ്ണാണ് അത്. ഇന്ന് അമേരിക്ക അടക്കമുള്ള പല ലോകരാജ്യങ്ങളും ധാതു സമ്പത്തിന് വേണ്ടി ആശ്രയിക്കുന്നതും ഈ ചൈനയെ തന്നെയാണ്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഈ മേഖലയിൽ ചൈന തുടരുന്ന ആധിപത്യത്തെ അങ്ങനെയൊന്നും അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. കാരണം അറിയാമല്ലോ, അമേരിക്ക ചൈനയെ വല്ലാതെ ഭയക്കുന്നുണ്ട്. അമേരിക്കയാണ് ലോകത്തിന്റെ കേന്ദ്രമെന്ന് എല്ലാവരെയും വിശ്വസിപ്പിച്ച് സ്വയം വിശ്വസിച്ച് കഴിയുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളർന്നു വരുന്ന ചൈന, അതും എല്ലാ മേഖലയിലും വളർന്നു വരുന്ന ചൈനയെ ഒരു ഭീഷണിയായിട്ട് തന്നെയാണ് അവർ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ചൈന ഈ മേഖലയിൽ പുലർത്തുന്ന അപ്രമാദിത്വത്തെ വളരെ അസൂയയോടും അതിലുപരി വളരെ ആശങ്കയോടും തന്നെയാണ് അമേരിക്ക നോക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ചൈനയെ മറികടക്കാനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ പദ്ധതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ നിർണായകമായ ധാതുക്കളുടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ തന്റെ അടിയന്തര അധികാരങ്ങൾ പ്രയോഗിച്ചിരിക്കുകയാണ് എന്ന വാർത്തയാണ് നമുക്ക് മുന്നിലേക്ക് വരുന്നത്. ഈ മേഖലയിലെ ചൈനയുടെ ആധിപത്യത്തെ ലക്ഷ്യമിട്ട് അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ട്രംപിന്റെ ഈ നീക്കം. ഇതിനിടെ ഉക്രൈനുമായുള്ള ധാതു കരാറും വേഗത്തിൽ സംഭവിക്കുമെന്ന പ്രതീക്ഷയിലാണ് ട്രംപ്. ചൈന, കാനഡ, അമേരിക്കൻ നിർമ്മാതാക്കൾക്ക് ധാതുക്കൾ വിതരണം ചെയ്യുന്ന മറ്റ് വൻകിട ഉൽപ്പാദകർ എന്നിവരുമായുള്ള വ്യാപാര സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയിലെ ഊർജ്ജ ധാതു ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ട്രംപിന്റെ ഏറ്റവും പുതിയ നീക്കം എന്നത് ശ്രദ്ധേയമാണ്. ലിഥിയം, നിക്കൽ, മറ്റ് നിർണായക ധാതുക്കൾ എന്നിവ ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിൽ ഒഴിച്ചുകൂടാനാകാത്തതാണ്. വരും വർഷങ്ങളിൽ വൈദ്യുത വാഹന ബാറ്ററികളുടെ ഉൽപ്പാദനത്തിനുള്ള ആവശ്യം വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. ലോകത്തിലെ ഏറ്റവും വലിയ നിരവധി നിർണായക ധാതുക്കളുടെ ഉടമയാണ് ചൈന. അങ്ങനെയുള്ള ചൈനയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണമെന്നാണ് ട്രംപിന്റെ ആഗ്രഹം. ഇതിനായി നിർണായക ധാതുക്കളുടെ ഒരു ശ്രേണി ആഭ്യന്തരമായി സംസ്കരിക്കുന്നതിന് ധനസഹായം, വായ്പകൾ, മറ്റ് നിക്ഷേപ പിന്തുണ എന്നിവ നൽകുന്നതിനുള്ള ശീതയുദ്ധകാലത്തെ പ്രതിരോധ ഉൽപാദന നിയമം, അതായത് DPA, ഉപയോഗപ്പെടുത്തുന്ന ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലാണ് ട്രംപ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. ഡ്രിൽമോർ എന്ന മുദ്രാവാക്യവുമേന്തി അധികാരത്തിലേറിയ ട്രംപിനെ സംബന്ധിച്ച് അമേരിക്കയുടെ ചൈനീസ് ആശ്രിതത്വം കുറയ്ക്കണമെന്നതാണ് ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഉക്രൈനും അതുപോലെ ഗ്രീൻലാൻഡും ഒക്കെ തന്നെ ട്രംപ് ഇപ്പോൾ കണ്ണുവെച്ചിരിക്കുന്നത്. അതായത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, റഷ്യ-ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇപ്പോൾ മുൻകൈയെടുക്കുന്ന ലോക നേതാവാണ് US. 3 വർഷം നീണ്ടുനിന്ന റഷ്യ-ഉക്രൈൻ യുദ്ധം ഇത്രത്തോളം വഷളാക്കി തന്റെ ആയുധ പരിശീലന കളരിയാക്കി ആ യുദ്ധത്തെ മാറ്റിയെടുത്ത അതേ അമേരിക്കയാണ് ഇപ്പോൾ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണം എന്ന ആവശ്യവുമായി റഷ്യയുടെ മുന്നിലെത്തിയിരിക്കുന്നത്. റഷ്യയുടെ പ്രീതി സ്വന്തമാക്കാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന അമേരിക്കയുടെ കുടിലതയ്ക്ക് പാവം ബലിയാക്കേണ്ടി വന്നത് ഉക്രൈൻ എന്ന രാജ്യത്തെയാണ്. ആത്മാഭിമാനം പണയം വെക്കാനാകില്ലെന്ന വികാരത്തോടുകൂടി ഉക്രൈനിലെ സാധാ പൗരനെ പോലും പോരാട്ട വീര്യം നൽകിയ, യുദ്ധക്കളത്തിൽ പോരാടാൻ പ്രേരിപ്പിച്ച ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് പറ്റിയ തെറ്റെന്താണെന്ന് വെച്ചാൽ അമേരിക്കയെ വിശ്വസിച്ചു എന്നതാണ്. ട്രംപ് വന്നതോടെ യുദ്ധത്തിന്റെ പഴിയെല്ലാം ഉക്രൈനായി റഷ്യ പുണ്യാത്മാവും. പിന്നെ സമ്മർദ്ദം ചെലുത്തി യുദ്ധം അവസാനിപ്പിക്കുന്ന രാജതന്ത്രം പയറ്റി ട്രംപ് വന്നു. ആദ്യമൊക്കെ പ്രതിരോധിക്കാൻ ഉക്രൈന് സാധിച്ചുവെങ്കിലും ഒടുവിൽ കീഴടങ്ങേണ്ടതായി വന്നു. 3 വർഷത്തെ ധനസഹായത്തിനും സൈനിക സഹായത്തിനും അമേരിക്ക വിലയിട്ടു. ഉക്രൈൻ്റെ മണ്ണിലെ ധാതു സമ്പത്തായിരുന്നു 3 വർഷത്തെ അമേരിക്കയുടെ സഹായത്തിന് ഉക്രൈന് മേൽ അമേരിക്ക ഇട്ട വില. 10 തലമുറകളെ അമേരിക്കയുടെ മുന്നിൽ പണയം വെക്കാൻ സാധിക്കില്ലെന്ന് ആദ്യഘട്ടത്തിൽ ഉക്രൈൻ പറഞ്ഞുവെങ്കിലും ഗതികെട്ടതോടെ അതും അനുസരിക്കേണ്ടതായി വരികയാണ്. ഉടനെ തന്നെ ഈ കരാർ പ്രാബല്യത്തിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. യുദ്ധത്തിൽ തകർന്ന ഉക്രൈനെ വീണ്ടെടുക്കാനും ശക്തിപ്പെടുത്താനും നിർണായക ധാതുക്കളിലേക്കുള്ള USന്റെ പ്രവേശനം ഉറപ്പാക്കുന്നതിലും ലക്ഷ്യമിട്ടിട്ടുള്ള ഉക്രൈന്റെ ധാതു വിഭവങ്ങൾ സംബന്ധിച്ച സമഗ്രമായ ഒരു കരാറിന് അന്തിമ രൂപം നൽകാനുള്ള പ്രക്രിയയിലാണ് അമേരിക്കയും ഉക്രൈനും. 2025 മാർച്ച് വരെ കരാറിന്റെ നിരവധി പ്രധാന വശങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ട്. ഇപ്പോഴും അന്തിമ രൂപമല്ലാത്ത കരാറിലെ പ്രധാന വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് കൂടി പറയാം. ഒന്നാമത്തത് പുനർനിർമ്മാണ നിക്ഷേപ ഫണ്ട് സ്ഥാപിക്കലാണ്. സംയുക്ത ഉടമസ്ഥാവകാശവും മാനേജ്മെന്റുമാണ് അതിൽ പ്രധാനപ്പെട്ടത്. ഇതിൽ കരാർ പുനർനിർമ്മാണ നിക്ഷേപ ഫണ്ട് സൃഷ്ടിക്കാൻ നിർദ്ദേശിക്കുന്നു. ഇത് US, ഉക്രൈനിയൻ സർക്കാരുകളുടെ സഹ ഉടമസ്ഥതയിലുള്ളതും സംയുക്തമായി കൈകാര്യം ചെയ്യുന്ന ഒന്നാണ്.
രണ്ടാമത്തത് വരുമാന സംഭാവനകളാണ്. ധാതുക്കൾ, എണ്ണ, പ്രകൃതിവാതകം എന്നിവയുൾപ്പെടെ പ്രകൃതി വിഭവ ആസ്തികളിൽ നിന്നുള്ള ഭാവി വരുമാനത്തിന്റെ 50% ഉക്രൈൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യും. നാഫ്റ്റോ ഗ്യാസിന്റെയും ഉക്രാനാഫ്റ്റയുടെയും പ്രവർത്തനങ്ങൾ പോലുള്ള നിലവിൽ വരുമാനമുണ്ടാക്കുന്ന വിഭവങ്ങൾ ഈ ക്രമീകരണത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. US സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉക്രൈന്റെ പുനർനിർമ്മാണത്തിനും വികസനത്തിനും ആവശ്യമായ സാമ്പത്തിക സ്രോതസ്സുകൾ, ഉപകരണങ്ങൾ, മറ്റ് ആസ്തികൾ എന്നിവ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രൊവൈഡ് ചെയ്യും. നിക്ഷേപ ശ്രദ്ധ. സമാഹരിക്കുന്ന ഫണ്ടുകൾ ധാതു നിക്ഷേപങ്ങൾ, എണ്ണ, പ്രകൃതിവാതകം, അടിസ്ഥാന സൗകര്യങ്ങൾ, തുറമുഖങ്ങൾ എന്നിവയുടെ വികസനം ഉൾപ്പെടെ ഉക്രൈന്റെ വീണ്ടെടുക്കൽ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതികൾ മാത്രമായി നിക്ഷേപിക്കും. ഉക്രൈന്റെ പുനർനിർമ്മാണത്തിനായി സ്വകാര്യ മേഖലയുടെ താൽപ്പര്യവും മൂലധനവും ആകർഷിക്കുന്നതിനാലാണ് ഈ നിക്ഷേപം ഉദ്ദേശിക്കുന്നത്. ആശങ്കകൾ അപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നിബന്ധനകളുടെ പുനരാലോചനയാണ് ആദ്യത്തേത്. സംയുക്ത നിക്ഷേപ ഫണ്ടിനായുള്ള ഉടമസ്ഥാവകാശം, നിയന്ത്രണ വ്യവസ്ഥകൾ, ഉക്രൈന്റെ ആണവോർജ്ജ മേഖലയിലെ പങ്കാളിത്തം എന്നിവയുൾപ്പെടെ ചില നിബന്ധനകൾ ഭേദഗതി ചെയ്യാൻ ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നുണ്ട്. ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. കൂടാതെ പ്രതികൂലമായേക്കാവുന്ന നിബന്ധനകളെക്കുറിച്ച് ഉക്രൈനുള്ളിൽ ആശങ്കകളും ഉണർന്നിട്ടുണ്ട്. സുരക്ഷാ ഗ്യാരണ്ടിയാണ് അടുത്തത്. കരാർ സാമ്പത്തിക സഹകരണത്തെ രൂപപ്പെടുത്തുമ്പോൾ അതിൽ വ്യക്തമായ സുരക്ഷാ ഗ്യാരണ്ടികൾ ഇല്ല എന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇത് നേരിട്ടുള്ള സുരക്ഷാ പ്രതിബന്ധങ്ങൾക്ക് പകരമായി സാമ്പത്തിക ഇടപെടലിന്റെ ഫലപ്രാപ്തിയെ സംശയിക്കുന്ന ഘടകവുമാണ്. ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ തന്ത്രപരമായ ലക്ഷ്യം എന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. പ്രത്യേകിച്ച് നൂതന സാങ്കേതിക വിദ്യകൾക്കും ദേശീയ സുരക്ഷയ്ക്കും ആവശ്യമായ അപൂർവ ഭൂമി മൂലകങ്ങളുടെയും നിർണായക ധാതുക്കളുടെയും കാര്യത്തിൽ ചൈനയുമായി ഒരു പോരിനിറങ്ങുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഉക്രൈന്റെ ധാതുക്കളുടെ തന്ത്രപരമായ പ്രാധാന്യം എന്താണെന്ന് കൂടി ഞാൻ പറയാം. അപൂർവ ഭൗമ മൂലകങ്ങൾ, ടൈറ്റാനിയം, ലിത്തിയം, ഗ്രാഫൈറ്റ് എന്നിവയുൾപ്പെടെ നിർണായക ധാതുക്കളുടെ ഗണ്യമായ ശേഖരം ഉക്രൈനിലുണ്ട്. ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക് വാഹനങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ, പുനരുപയോഗ ഊർജ്ജ സാങ്കേതിക വിദ്യകൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഈ ധാതുക്കൾ അത്യന്താപേക്ഷിതവുമാണ്. റഷ്യയുമായുള്ള സംഘർഷത്തിന് മുൻപ് ആഗോള ടൈറ്റാനിയം ഉൽപ്പാദനത്തിന്റെ ഏകദേശം 7% ഉക്രൈൻ സംഭാവന ചെയ്തിരുന്നു. കൂടാതെ ഗണ്യമായ ലിഥിയം, ഗ്രാഫൈറ്റ് കരുതൽ ശേഖരം കൈവശം വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് സ്വന്തമാക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഭൗമരാഷ്ട്രീയ പശ്ചാത്തലവും ചൈനയുടെ പങ്കും. അപൂർവ ഭൂമി മൂലകങ്ങളുടെ സംസ്കരണത്തിലും ശുദ്ധീകരണത്തിലും ചൈന നിലവിൽ ആധിപത്യം പുലർത്തുന്ന രാഷ്ട്രമാണ്. ആഗോള ഉൽപ്പാദനത്തിന്റെ ഏകദേശം 90% നിയന്ത്രിക്കുന്നതും ഇവിടെ ചൈനയാണ്. ഉക്രൈനിൽ മാത്രമല്ല, നിലവിൽ സ്വയം ഭരണാവകാശമുള്ള ഗ്രീൻലാൻഡിനെയും ട്രംപ് ലക്ഷ്യം വെക്കുന്നതിന്റെ കാരണം അവിടുത്തെ ധാതു സമ്പത്ത് ഒന്നു മാത്രമാണ്. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നതിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താൽപര്യം പ്രകടിപ്പിക്കുന്നത് ദ്വീപിന്റെ സമ്പന്നമായ ധാതു സമ്പത്തും തന്ത്രപ്രധാനമായ സ്ഥാനവും കണക്കിലെടുത്താണ്. വിവിധ സാങ്കേതിക വിദ്യകൾക്കും ഊർജ്ജ ഉൽപ്പാദനത്തിനും നിർണായകമായ അപൂർവ ഭൂമി ധാതുക്കൾ, യുറേനിയം, ഹൈഡ്രോ കാർബണുകൾ എന്നിവയുടെ ഗണ്യമായ നിക്ഷേപം ഗ്രീൻലാൻഡിലുണ്ട്. നിർണായക ധാതുക്കളുടെ വിതരണ ശൃംഖലകൾ ഉറപ്പാക്കുന്നതിൽ, പ്രത്യേകിച്ച് ചൈനയുമായുള്ള മത്സരത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ വിഭവങ്ങളിലേക്കുള്ള പ്രവേശനം യുഎസിന്റെ താൽപ്പര്യങ്ങളുമായി വളരെയേറെ യോജിക്കുന്ന ഒരു കാര്യമാണ്. തന്ത്രപരമായി ഗ്രീൻലാൻഡിന്റെ സ്ഥാനം ആർട്ടിക് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിന് പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് വടക്കൻ കടൽപാതയ്ക്ക് മേലുള്ള റഷ്യയുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഗ്രീൻലാൻഡിന് മേലുള്ള നിയന്ത്രണം ആർട്ടിക് വികസനങ്ങൾക്ക് ഒരു മുൻതൂക്കം നൽകുന്നതിലൂടെ യുഎസിന്റെ ദേശീയ സുരക്ഷ വർദ്ധിപ്പിക്കും. ഉക്രൈനെയും അതുപോലെ ഗ്രീൻലാൻഡിനെയും കീഴടക്കി നിലവിൽ ചൈന പുലർത്തുന്ന അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യാൻ അമേരിക്കയ്ക്ക് സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.